ശ്രീ കബ സുരേന്ദ്രൻ വിശദമായി ഇവിടെ നിന്ന് ഞങ്ങൾ പറയേണ്ടതല്ല. വളരെ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ അല്പം മുമ്പ് പറഞ്ഞത് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഓരോ വാക്കും ഓരോ മൊഴിമുത്തുകളും ഇന്നും ചിന്തയുണ്ടാക്കുന്നു ചിലരിൽ, നടുക്കം സൃഷ്ടിക്കുന്നു ചിലരിൽ. അത്ര യുഗപ്രഭാവൻ എന്ന് പറയുന്നു, യുഗപുരുഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് ഇന്നും ഗുരുവിൻ്റെ വാക്കുകൾ, ഗുരുവിൻ്റെ ദർശനങ്ങൾ സമൂഹത്തിൽ ഈ കാലത്തിൽ നമുക്കൊക്കെ പ്രസക്തമാവുന്നു? നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം അതിന് സർവകാല പ്രസക്തിയാണ് ഉള്ളത്. പൊതുവെ നമ്മുടെ നാട്ടിൽ ചില നേതാക്കളോ അല്ലെങ്കിൽ ചില സാംസ്കാരിക നായകന്മാരോ പറയുമ്പോൾ അതിന് ഗുരുദേവൻ്റെ ആശയങ്ങൾക്ക്, ദർശനങ്ങൾക്ക് പ്രസക്തിയേറി എന്ന് പറയാറുണ്ട്. സത്യത്തിൽ ആ പ്രയോഗം വളരെ തെറ്റാണ്. പ്രസക്തിയേറി തെറ്റാണെന്നല്ല, മറ്റൊരു വസ്തുത അതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പ്രസക്തിയേറി എന്ന് പറഞ്ഞെന്നാൽ അതിൻ്റെ അർത്ഥം അതിലെന്തോ തകരാറുണ്ടെന്നാണ്. ഗുരുദേവൻ്റെ ആശയങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും ഒത്തിരി പിന്നോട്ട് പോയിരിക്കുന്നു കേരളം അല്ലെങ്കിൽ സമൂഹം എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് അത്. ആ പ്രയോഗം തന്നെ അതിൻ്റെ ഒരു അടയാളമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഗുരുദേവ ദർശനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോഴാണല്ലോ അതിന് പ്രസക്തി വർദ്ധിക്കുന്നത്. എന്ന് വെച്ചാൽ സാംസ്കാരിക കേരളം പിന്നോട്ട് പോകുന്നു എന്നാണ്. അങ്ങനെ പിന്നോട്ട് പോകുന്നതിൻ്റെ കാരണം പ്രത്യേകിച്ചും സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഗുരുദേവ ദർശനത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാനൊരു 2 പ്രസ്താവനകൾ പറയാം. ഒന്ന്, ശ്രീനാരായണ ഗുരുദർശനത്തെക്കുറിച്ച് ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞത്, ജാതി വിരോധത്തെ സംബന്ധിച്ചിടത്തോളം സ്വാമി സന്ദേശം സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ കേരളത്തിലെ പ്രധാന പ്രശ്നങ്ങൾക്ക് സ്വാമി സന്ദേശത്തിൽ നിന്ന് മാത്രം പരിഹാരം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഗുരുദേവൻ്റെ ദർശനത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നുവെച്ചാൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ്. കേരളത്തെ ബൗദ്ധികമായി സ്വാധീനിച്ച ശ്രീ K. ദാമോദരൻ ഗുരുദേവൻ്റെ ദർശനത്തെക്കുറിച്ച് പറഞ്ഞത്, ഗുരുവിൻ്റെ മതപരവും ദേശീയവും സാംസ്കാരികവുമായ സിദ്ധാന്തങ്ങൾ ലിബറൽ ബൂർഷ്വാസിയുടേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല. ഫ്യൂഡലിസത്തെ അദ്ദേഹം എതിർത്തുവെങ്കിലും ഈ സമരത്തിൽ ബഹുജനങ്ങളെ ആകർഷിച്ച് അണിനിരത്താൻ കെൽപ്പുള്ള സാമ്പത്തിക പരിപാടികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇതാണ് ഗുരുദേവ ദർശനത്തെക്കുറിച്ച് K. ദാമോദരൻ പറഞ്ഞത്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞത്. പക്ഷെ ഞാനൊരു പുസ്തകത്തെ കാണിക്കാം ഇപ്പോൾ. ഇത് ശ്രീനാരായണ ഗുരു ദ പ്രോഫറ്റ് ഓഫ് റിനൈസൻസ് എന്നാണ്. 1971 കേരളത്തിലെ മറ്റൊരു സാംസ്കാരിക നേതാവ്, നവോത്ഥാന നായകൻ ആയിരുന്ന P. പരമേശ്വരൻ 1971 എഴുതിയ പുസ്തകമാണ് ശ്രീനാരായണ ഗുരുദേവൻ നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന പുസ്തകം. അത് 1979 ഇംഗ്ലീഷിലേക്ക് വിവർത്തനം നടത്തുകയും രാജ്യമൊട്ടാകെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത്, ഗുരുദേവ ദർശനത്തിന് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. ആധുനിക കേരള നവോത്ഥാനത്തിൻ്റെ നായകൻ, പ്രവാചകൻ തന്നെ ശ്രീനാരായണ ഗുരുവാണ് എന്നാണ് പരമേശ്വർജി പ്രസ്താവിച്ചത്. ഞാൻ 2 ധ്രുവങ്ങൾ കാണിക്കുകയാണ്. ഗുരുദേവ ദർശനത്തിന് കേരളത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് പിന്നോട്ട് പോയത് എങ്ങനെയാണ്, അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടിയിരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല 2 വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഗുരുദേവ ദർശനം എക്കാലത്തും പ്രസക്തി ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. ശതാബ്ദി ആഘോഷിക്കുന്ന മറ്റൊരു വേളയാണല്ലോ ഇത്. സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയാണ് ഇപ്പോൾ ഈ വർഷം 2024 എന്ന് പറയുന്നത്. ഈ സർവമത സമ്മേളനത്തിൻ്റെയും ആശയം എന്തായിരുന്നു? മതങ്ങളൊന്നും പോരടിച്ച് തീർക്കേണ്ടതല്ല, പൊരുത് ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല എന്ന ഗുരുദേവൻ്റെ ആശയമുണ്ടല്ലോ. അതിൻ്റെ പ്രഖ്യാപനമായിരുന്നു, പുനഃപ്രഖ്യാപനമായിരുന്നു ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനം. ആ സർവമത സമ്മേളനത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അതായിരുന്നല്ലോ മുദ്രാവാക്യം.
ഒരു മതവും തമ്മിൽ പോരാടേണ്ടതല്ല. പക്ഷെ ഇന്ന് 100 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഇന്ന് കേരളത്തിൽ ഇരിക്കുമ്പോൾ ഈ സർവമത സമ്മേളന ശതാബ്ദിയുടെ പേരിൽ കേരളത്തിൽ ചിലയിടങ്ങളിലെങ്കിലും മതവിദ്വേഷ പ്രചാരണത്തിന് ഗുരുദേവന്റെ ഈ ശതാബ്ദിയെ, ഗുരുദേവന്റെ സർവമത സമ്മേളന ശതാബ്ദിയെ പോലും മതവിദ്വേഷ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുരുദേവ ദർശനത്തിൽ നിന്നും നാം കൂടുതൽ മുന്നോട്ട് പോയോ, ഗുരുദേവ ദർശനത്തിൽ നിന്നും നാം പിന്നോട്ട് പോയോ, കേരളത്തെ പിന്നോട്ട് കൊണ്ടുപോയോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭവും കൂടിയാണ് ഇത്. സകല മതസാരവും ഏകം എന്ന് ഗുരുദേവൻ പറഞ്ഞ ഒരു പ്രഖ്യാപനം അത് ലോകം മുഴുവൻ പ്രചരിക്കേണ്ടതല്ലേ? 1893 ചിക്കാഗോയിൽ വിവേകാനന്ദ സ്വാമികൾ പ്രസംഗിച്ചുള്ള ഇതേ കാര്യം തന്നെ. ലോകത്തിൽ ഒരു മതം തമ്മിൽ പോരടിച്ച് തീർക്കേണ്ടതല്ല, മതസാരങ്ങളെല്ലാം. എന്നിട്ട് അവിടെ അദ്ദേഹം ഒരു ആശയവും നമ്മുടെ ഋഷിമാർ ഉദ്ധരിച്ച ഒരു വാക്കും അവിടെ ഉദ്ധരിക്കുകയുണ്ടായല്ലോ. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സർവമതത്തിൻ്റെയും എല്ലാം ഒന്നിലേക്കാണ്, ഒരേ ആദർശത്തിലേക്കാണ്, ഒരേ ലക്ഷ്യത്തിലേക്കാണ്. മതങ്ങളെല്ലാം മാർഗങ്ങളാണ്. ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മതങ്ങൾ മാർഗദർശികളാണ്. മതങ്ങൾ മാർഗദർശികളാണ്. ഇന്ന വഴിയെ പോകണം എന്ന് പറയുന്ന പല മാർഗം. തിരുവനന്തപുരത്തേക്ക് പോകാൻ ട്രെയിനിൽ പോകാം, വിമാനത്തിൽ പോകാം, ബസ്സിൽ പോകാം, നടന്നു പോകാം, വള്ളത്തിൽ പോകാം, ബോട്ടിൽ പോകാം, പല മാർഗങ്ങളുണ്ട്. ലക്ഷ്യം തിരുവനന്തപുരമാണ് എന്ന് പറയുന്നത് പോലെ ഒരേ ലക്ഷ്യത്തിലേക്ക് വിവിധ മാർഗങ്ങളാണ് മതങ്ങൾ എന്നുള്ള അനേകായിരം കൊല്ലം മുൻപത്തെ ഭാരതീയ ആർഷ ദർശനത്തെ പുനഃപ്രഖ്യാപനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ. അതിനു വേണ്ടിക്കൂടെ ആയിരുന്നു ആലുവ അദ്വൈതാശ്രമത്തിലെ മതസമ്മേളനം. ഗുരുദേവന്റെ ആശയത്തെ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു വാക്കാണല്ലോ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വാക്ക്. അതുപോലും അന്ന് തൊട്ട് ഗുരുദേവന്റെ കാലത്തിന് ശേഷം ആ വാക്യത്തെ എന്നും ദുർവ്യാഖ്യാനം ചെയ്തിട്ടേ ഉള്ളൂ. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ആ വാക്യം 2 കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, മതം വേണ്ട എന്നല്ല ഗുരുദേവൻ പറഞ്ഞത്, മതം ഏതാണെങ്കിലും എന്നാണ് പറഞ്ഞത്. മതം ഇല്ലാതെ ഗുരുദേവൻ നന്നായി എന്ന് പറഞ്ഞ മട്ടിലല്ലേ ഗുരുദേവ ദർശനത്തെക്കുറിച്ച് പിന്നീട് ആധുനിക ബുദ്ധിജീവികൾ കേരളത്തിൽ പ്രചരിപ്പിച്ചത്.